നമസ്കാരം. മാധ്യമ ലോകത്തെ ആകർഷിച്ച 4 പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 4 പത്രപ്രവർത്തന ചരിത്രമാണ്. മാധ്യമപ്രവർത്തനം വെറും ഒരു കാപ്പിക്കടയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാലത്ത് ഈ പുസ്തകങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം വലിയ രീതിയിൽ പ്രയോജനപ്പെടും. ഒന്നും അറിയാതെ മാധ്യമങ്ങളെ കണ്ണും പൂട്ടി എതിർക്കുന്ന മാധ്യമ വിമർശകരുടെ ഭാവിക്കും ഇവ ഉപകാരപ്പെടും. ഉള്ളം നീറി കടഞ്ഞെടുത്ത അക്ഷരങ്ങളും വാക്കുകളും വാർത്തകളായി മാറിയ ചരിത്രം തിരിച്ചറിയുമ്പോഴാണ് കുറെ കൂടി ആത്മാർത്ഥതയോടെയും പ്രതിബദ്ധതയോടെയും ജോലി ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നത്. ഭരണാധികാര ഹുങ്കിന് നേരെ ശരിയുടെ പക്ഷം ചേർന്ന് ആദർശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിചയ തീർത്ത മുൻകാല പത്രപ്രവർത്തകർ, അവർ ഏറ്റെടുത്ത വെല്ലുവിളികൾ എല്ലാം ഈ രചനകൾ കാട്ടിത്തരും. കല്ലിലും മുള്ളിലും ചവിട്ടി നടന്ന് അവർ ജീവനും ജീവിതവും ഹോമിച്ച് നേടിയെടുത്ത സൗഭാഗ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് നടന്നു നീങ്ങുന്നത് എന്ന തിരിച്ചറിവ് എന്തുകൊണ്ടും ഗുണകരമാകും. കൊല്ലത്ത് നിന്ന് SK നായരുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച് 1.5 പതിറ്റാണ്ടോളം നമ്മുടെ സാഹിത്യ ലോകത്ത് വേരൂന്നി പടർന്നു നിന്ന മലയാള നാടിൻ്റെ കഥ പറയുകയാണ് മലയാള നാട് സ്മരണകളിൽ സുവർണരേഖ എന്ന ഈ പുസ്തകം. പ്രമുഖ പത്രപ്രവർത്തകനും കഥാകാരനും വിവർത്തകനും സിനിമാ പ്രവർത്തകനുമായ PK ശ്രീനിവാസനാണ് പുസ്തകത്തിന്റെ രചയിതാവ്. മലയാള നാടിന്റെ പത്രാധിപ സമിതി അംഗമായിരുന്ന ശ്രീനിവാസൻ തൊട്ടറിഞ്ഞതും അടുത്തറിഞ്ഞതുമായ ചരിത്ര പരിസരത്തെയാണ് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത്. ഓരോ അധ്യായത്തിലും അത്ഭുതവും ആദരവും വിരിയിക്കുന്ന ഈ പുസ്തകം മലയാള നാടിന്റെ മാത്രമല്ല, വിഖ്യാതരായ നമ്മുടെ പല എഴുത്തുകാരുടെയും ആത്മകഥകളുടെ ഏടുകൂടിയാണ്. ചെന്നൈ കേന്ദ്രമായ ബ്ലേസ് മീഡിയ ആണ് മലയാള നാട് സ്മരണകളിൽ സുവർണരേഖ എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.